ഇനി നമുക്ക് കോഴിക്കോടേക്ക് വടക്കൻ ജില്ലകളിലേക്ക് പോകാം. അവിടെ നിന്നും റമീസ് ഉണ്ട്. റമീസ്, ഈ തെക്കൻ കേരളത്തിലെ ഓണത്തിൽ നിന്നും വ്യത്യസ്തമായി നോൺ വെജ് ഐറ്റംസ് കൂടി ഉള്ള ഓണസദ്യയാണ് ഈ വടക്ക്, പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലൊക്കെയുള്ള ഓണസദ്യയുടെ പ്രത്യേകത. എന്തൊക്കെയാണ് അവിടുത്തെ ഓണാഘോഷങ്ങൾ? എവിടെയാണ് ഇപ്പോൾ റമീസ് ഉള്ളത്? അജിംഷാദ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് തലക്കുളത്തൂരിലെ കാക്കക്കുനി എന്ന് പറയുന്ന ഒരു തറവാട്ടിലാണ്. വലിയൊരു തറവാട് വീടാണ്, ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാട് വീടാണ്. അതുപോലെ തന്നെ ഒരുപാട് കുടുംബാംഗങ്ങളൊക്കെ ഉള്ള ഒരു തറവാട് വീട്. അതുകൊണ്ട് തന്നെ സമൃദ്ധിയോടുകൂടി ഈ ഒരു ഓണാഘോഷം നടത്തുമ്പോൾ കുട്ടികളൊക്കെയും കുടുംബക്കാരൊക്കെയും തന്നെ വന്ന് ആ ഓണത്തിൻ്റെ ഭാഗമായി വീടുകളിലൊക്കെ വന്ന് രാവിലെ തന്നെ പൂക്കളമിട്ട് അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. നിരവധി ആളുകൾ, ഈ കുടുംബത്തിലെ തന്നെ വിവിധ ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ സദ്യക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മളോട് പ്രേക്ഷകരോടൊക്കെയും തന്നെ കൈരളി ചാനലിനുമായിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം ചേരാനായി ഇവർ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഗൃഹനാഥൻ ഷിബു ചേട്ടൻ. ചേട്ടാ, ഓണാഘോഷം സമൃദ്ധിയോടുകൂടി മറ്റൊരു ഓണം കൂടി അല്ലേ? അതെ 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 അതെ. കുടുംബക്കാരൊക്കെ വന്ന് സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അതെ അതെ, എല്ലാവരും പല ദിക്കിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ നമ്മളെ വല്യച്ഛൻ്റെ മക്കളും ഞങ്ങളെ അച്ഛനോ ഞങ്ങളെ 3 മക്കളും ഉള്ളത്. വല്യച്ഛൻ്റെ മക്കൾ 10 പേരുണ്ട്, ഞങ്ങൾ 3 പേരാണുള്ളത്. എല്ലാവരും കൂടി കൂടുമ്പോൾ വലിയത് ഗ്യാങ്ങാണ്. എല്ലാവരും ചേർന്നിട്ടുള്ള വലിയൊരു ഗ്യാങ് ആണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് കളികൾ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ ഒരു ഓണത്തിന് ഞാനിപ്പോൾ ഈ തറവാട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത്. ഈ മനോഹരമായ പൂക്കളം ഒരുക്കിയ ആളെ ഞാൻ കാണിച്ചു തരാം. സൂര്യകിരൺ അല്ലേ? അതെ, സൂര്യകിരൺ ഭംഗിയിലാണ് ഈ പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. എന്താണ് ഐഡിയ? ഇയാൾ തന്നെയാണോ എല്ലാ വർഷവും പൂക്കളൊക്കെ ഒരുക്കാറ്? അതെ, ഞാൻ തന്നെയാണ് ഒരിക്കല്. ഈ പൂവിൻ്റെ ഐഡിയ ഒക്കെ ആരാ പറഞ്ഞത്? അത് ഗൂഗിളിൽ നോക്കിയിട്ട് സെർച്ച് ചെയ്തെടുക്കുന്നതാണ്. ഗൂഗിളിനെ നോക്കിയിട്ട് തന്നെ ഈ പൂക്കളെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ഒരുപാട് കളറൊക്കെ ചേർത്തുകൊണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലെ ഗൃഹനാഥ. സദ്യവട്ടങ്ങളൊക്കെ പൂർത്തിയായോ? ഓ, ആയി. എത്ര കൂട്ടം കറികളാണ്? എന്തൊക്കെയാണ് സദ്യക്ക് ഒരുക്കി? 18 കൂട്ടാണ്. ഇനിയിപ്പോ കുറച്ച് പായസത്തിന്റെ പരിപാടിയും കൂടി ഉള്ളു, ബാക്കിയെല്ലാം കഴിഞ്ഞു. സാധാരണ നമ്മൾ ഈ വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്നതാണ് ഈ നോൺ വെജ് സദ്യ. അത് ഇവിടെ ഉണ്ടോ? അതുണ്ടെങ്കിലേ പൂർത്തിയാവുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു. എന്താണ് ഒരുക്കിയിട്ടുള്ളത്? ബീഫോ ചിക്കനോ എന്താ? ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ചെയ്യണം. അതാണ് അജിംഷാദ്, നമ്മുടെ വടക്കൻ കേരളത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത യുവാക്കളുടെ അടക്കം അവരോടൊക്കെ അവരുടെ അനുഭവങ്ങൾ ചോദിക്കാം. പക്ഷേ അത് ചോദിച്ച് സമഗ്രമാക്കി ഒരു വാർത്തയാക്കി നമുക്ക് പിന്നീട് നൽകുകയും ചെയ്യാം.